പിന്നെ CPMന്റെ അഭിപ്രായ വ്യത്യാസം വളരെ പ്രകടമാണ്. അവരുടെ ആശയ ദാരിദ്ര്യം വളരെ പ്രകടമാണ്. ഗോവിന്ദൻ മാഷെ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അവരുടെ രാഷ്ട്രീയം അധപ്പതിച്ചിരിക്കുന്നു. ഗോവിന്ദൻ മാഷ് ചില സത്യങ്ങൾ അറിഞ്ഞും അറിയാതെയും പുറത്തു വിട്ടത് ഇനി ആര് വിചാരിച്ചാലും ആ ഭൂതത്തെ ഇനി കുടത്തിൽ കയറ്റാൻ കഴിയുകയില്ല. അത് ജനങ്ങളുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ കേരളത്തിൻ്റെ ജനങ്ങൾ കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന്, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതാണ്. RSSുമായിട്ട് ഞങ്ങൾക്ക് പരസ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നുവെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് അങ്ങോട്ട് തർക്കിച്ച്, പിന്നെ എന്താ അത് പറയുന്നതിന് എന്താ പ്രയാസം? RSSുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതല്ലേ യാഥാർത്ഥ്യമെന്ന് ഗോവിന്ദൻ മാഷ് നിഷേധിക്കുന്നതിന് പകരം തർക്കിച്ച് സമ്മതിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നെ അതിൻ്റെ തെരഞ്ഞെടുപ്പിലെ പ്രത്യാഘാതങ്ങളെ ഭയന്ന് അദ്ദേഹം തന്നെ തിരുത്താനോ ഉരുണ്ട് കളിക്കാനോ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല. മുഖ്യമന്ത്രി എത്ര ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ അതിൻ്റെ യാഥാർത്ഥ്യ ചിത്രമുണ്ട്. അതനുസരിച്ചുള്ള പ്രതികരണം, പ്രതിഫലനം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാകും. ഒരു യാഥാർത്ഥ്യമല്ലേ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും. ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം, EMS അദ്വാനിയും വാജ്പേയിയും ആയി ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തി ഭക്ഷണം കഴിച്ചത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇല്ലായിരുന്നു. അവരുടെ പൊളിറ്റിക്കൽ കോൺഫറൻസ് അത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താനോ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെൻറ്റിനെ നിലനിർത്താനോ വേണ്ടിയായിരുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ. പരസ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം തന്നെയായിരുന്നില്ലേ. അത് ഗോവിന്ദൻ മാഷ് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയുകയില്ല. അതിൻ്റെ പ്രത്യാഘാതവും നിലമ്പൂരിലുണ്ട്. നമുക്കറിയാം, തരൂര് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം രാജ്യത്തിന് വെളിയിലായിരുന്നു, കേരളത്തിന് വെളിയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നിലമ്പൂരിലെത്തിയില്ല. പിന്നെ അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു യാഥാർത്ഥ്യം, സത്യത്തിൽ ഈ ഇലക്ഷനിൽ ഒരു നേതാവിനെയും ക്ഷണിക്കാറില്ല സാധാരണ, ഈ ബൈ ഇലക്ഷനിൽ പ്രത്യേകിച്ച്. അതെന്താ വെച്ചാൽ അത് തരൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സിനും ഒരാൾക്കും വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക ചുമതലയില്ല, കൊടിക്കുന്നിൽ സുരേഷിന് പ്രത്യേക ചുമതലയില്ല, കെ സുധാകരന് പ്രത്യേക ചുമതലയില്ല. ചുമതല കൊടുക്കുന്നത് പഞ്ചായത്തിലെ ചുമതല കൊടുത്തത് അതിനേക്കാൾ KPCC ഭാരവാഹികൾക്കും MLA മാർക്കും MP മാർക്കുമാണ്. തരൂരും രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ അതിനേക്കാൾ ഉയർന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരാണ്. അവർക്കങ്ങനെ പ്രത്യേക ചാർജ് എവിടെയും കൊടുക്കാൻ അതിനുപരിയാണ് അവർ വരുന്നത്. കൂടുതൽ നന്നായിരുന്നേ. പിന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയും നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇല്ല, ഞങ്ങളാരും അങ്ങനെ ചോദിച്ചില്ല. ഞാൻ ധരിച്ചത് അദ്ദേഹം വാസ് ബിസി വിത്ത് അതർ ആക്ടിവിറ്റീസ് ആൻഡ് അഫയേഴ്സ്. ദാറ്റ് വാസ് ദി ഇംപ്രഷൻ ദാറ്റ് ഐ കുഡ് ഗാദർ. ഞാനിപ്പോൾ അത്രയും പറയുന്നില്ല. പിന്നെ ഇലക്ഷൻ കമ്മിറ്റി ഭാരവാഹികളോടൊക്കെയാണ് ചോദിക്കും. ഞങ്ങൾക്ക് അധികം പേർക്ക് എനിക്ക് പ്രോഗ്രാംസ് ഇങ്ങോട്ട് തരിക ചെയ്തത് ഒട്ടുമിക്ക സീനിയർ ലീഡേഴ്സ്. ഇല്ല, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഇരിട്ടിക്കാരിയല്ലേ, സ്മിത ഇരിട്ടിക്കാരിയാണ്. ഞാൻ ആദ്യമേ പോയ ദിവസം തന്നെ ആ വീട്ടിൽ പോയിരുന്നു. അവര് പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് ആണ്, പ്രകാശ് ചേട്ടൻ്റെ പാർട്ടി തന്നെയാണ് എന്നവർ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ്. പിന്നെ അത് കൂടുതലായിട്ട് പിന്നെ അങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് പിന്നെ ഞാൻ അന്വേഷിച്ചില്ല, അന്വേഷിക്കാം. ഒരു കാര്യം, ഈ തരൂർ ഇന്ന് നടത്തിയ പ്രസ്താവന അനുചിതമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്. തിരുവനന്തപുരമൊക്കെ തരൂരിനെതിരെ രംഗത്ത് വന്നത് ഇന്നത്തെ ദിവസം ആ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തരുതായിരുന്നു. അല്ല, അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്ന് ഇപ്പം തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് തരൂര് തെരഞ്ഞെടുപ്പ് ദിവസം പറയാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം തന്നെ ബോധവാനാണെന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഞാനൊരു ന്യായമായിട്ടുള്ള കാര്യമല്ലാതെ പറയാൻ പറ്റുള്ളൂ. 15,000 കുറയില്ല, 15,000 കുറയില്ല.